കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. 2 മാസത്തോളം നീളുന്ന പരസ്യ പ്രചരണത്തിന് സമാപനമായിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു നാൾ. വളരെ ആവേശത്തോടുകൂടി കേരളം ഈ കഴിഞ്ഞ നിമിഷങ്ങളെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കുകയുണ്ടായി. വിശദാംശങ്ങളിലേക്ക് കൂടി ചർച്ചയ്ക്ക് മുൻപ് പോകേണ്ടതുണ്ട്. ജീവൻകുമാർ ചേരുന്നു തിരുവനന്തപുരം മേഖലയിലെ തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങൾ നൽകും. ജീവൻ, തെക്കൻ കേരളത്തിൽ എത്രത്തോളം ആവേശകരമായിരുന്നു കൊട്ടിക്കലാശം? ഏത് രീതിയിലൊക്കെ അവരുടെ കഴിവുകൾ ഇത്തവണ 5 വർഷത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിച്ചു? വളരെ ചുരുക്കി. പ്രജീഷ്, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചരണ ദിനങ്ങൾ താണ്ടിയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിലൂടെ അവസാനം കൊട്ടിക്കലാശത്തിന് പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി സമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയായ എല്ലാ പ്രധാന വിഷയങ്ങളും ചർച്ചയാക്കിയതിൻ്റെ ആവേശത്തിലാണ് പൊതുവിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രത്യേകിച്ച് ബാർക്കോഴ ആരോപണവും അഴിമതിയും സോളാറും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ആക്രമണത്തിന് നേതൃത്വം നൽകുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വം ായിരുന്നു തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടായത്. വികസനമായിരുന്നു അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച അജണ്ട. തങ്ങൾ പ്രചരിപ്പിച്ച ഇരു മുന്നണികൾക്കും എതിരായി ഒരു ബദൽ എന്നുള്ള തരത്തിലാണ് BJP പല മണ്ഡലങ്ങളിലും BDJS മുന്നണി പുതിയ ഒരു സമവാക്യം തുറന്നുകൊണ്ട് പല മണ്ഡലങ്ങളിലും മത്സരിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രചരണ രംഗത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നണികളെല്ലാം പൊതുവിൽ മുന്നേറിയത്. ഈ ചൂടാകെ തിരുവിതാംകൂർ മേഖലയിലും കാണാമായിരുന്നു. തിരുവിതാംകൂറിൽ ഭൂരിപക്ഷം നേരിടുന്ന മുന്നണി ഭരിക്കും എന്ന ചരിത്രപരമായ ദൗത്യം, അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു മുന്നണികൾ എല്ലാം നടത്തിയത്. താഴെ തട്ടിലേക്ക് വരെ വളരെ ആവേശകരമായ പ്രചരണം നയിക്കുവാൻ കഴിഞ്ഞു എന്നാണ് 3 മുന്നണികളും അവകാശപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്വതന്ത്രർ രംഗത്തുണ്ടെങ്കിൽ പോലും അവർ കാര്യമായി മത്സര രംഗത്തുണ്ടാവില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് പൊതുവിലുള്ളത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലും കൊല്ലത്തെ 11ഉം പത്തനംതിട്ടയിലെ 5ഉം ചേർത്തുകൊണ്ടുള്ള 30 മണ്ഡലങ്ങളിൽ വളരെ ആവേശകരമായ പ്രചരണമായിരുന്നു. വിശദാംശങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. ഇനി മധ്യ കേരളത്തിലെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉമേഷ് ചേരുന്നു. ഉമേഷ്, മധ്യ കേരളത്തിലെ ജില്ലകളിൽ എത്രത്തോളം ആവേശമായിരുന്നു കൊട്ടിക്കലാശം? മുന്നണികളൊക്കെയും ആവേശത്തോടു കൂടി തന്നെ അവസാന നിമിഷത്തിൽ ഒത്തുചേർന്നുവോ? എന്താണ് വിശദാംശങ്ങൾ? പ്രജീഷ്, മധ്യ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അങ്ങേയറ്റത്തെ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ അണിനിരന്നത്. 2 മണിയോടെ തന്നെ പ്രധാന കവലകളിലേക്ക് കൊടിതോരണങ്ങളുമായി പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. 4 മണിയോടെ കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലെത്തി. സ്ഥാനാർത്ഥികളും മുഖാമുഖം അണിനിരന്ന പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കാളികളായി. പൊതുവെ സമാധാനപരമായിരുന്നു മധ്യ കേരളത്തിലെ കൊട്ടിക്കലാശം. അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങല്ലൂർ, അടിമാലി എന്നിവിടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായത് വെച്ചാൽ മറ്റൊരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കുന്നംകുളം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു. എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി അനിൽകുമാർ കൊട്ടിക്കലാശ സമയത്ത് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയുണ്ടായി. നഗരത്തിലെ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. വലിയ സുരക്ഷയാണ് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നത്. കേന്ദ്രസേനയെ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരുന്നു. എന്തായാലും മധ്യ കേരളത്തിലും ആവേശപൂർണമായ സമാപനമായിരുന്നു കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നത്. ഉമേഷാണ് മധ്യ കേരളത്തിലെ ചിത്രം പകർന്നു നൽകിയത്. ഇനി PV കുട്ടൻ ചേരുന്നു വടക്കൻ മേഖലയിൽ നിന്നുള്ള മലബാർ മേഖലയിലെ വിശദാംശങ്ങൾ നൽകാൻ. മലബാർ എത്രത്തോളം ആവേശത്തോടു കൂടി അവസാന നിമിഷത്തെ വരവേറ്റു? PV കുട്ടൻ. പ്രജീഷ്, കഴിഞ്ഞ 2 മാസം നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് വളരെ ആവേശകരമായ രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് മലബാറിലെ ജില്ലകളിൽ നടന്നത്. മലബാറിൽ 60 മണ്ഡലങ്ങളാണുള്ളത്. ഈ 60 മണ്ഡലങ്ങളിലും ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. ഉച്ചയോടെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തകർ ബൈക്കുകളിലും വലിയ വാഹനങ്ങളിലും പാട്ടും ഡാൻസുമായി നിരത്തിലിറങ്ങി സ്ഥാനാർത്ഥികളുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചും സ്ഥാനാർത്ഥികളുടെ ചിത്ര ഫോട്ടോ പതിപ്പിച്ച വലിയ പ്ലക്കാർഡുകൾ എന്തിയും വലിയ കൂറ്റൽ കൊടികളും എന്തിയൊക്കെയാണ് വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകർ അണികൾ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ആവേശകരമായ ദൃശ്യങ്ങളായിരുന്നു മലബാറിലെ എല്ലാ കേന്ദ്രങ്ങളിലും, മുക്കിലും മൂലയിലും ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും എല്ലാം വലിയ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് അതാത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും വിവിധ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുമെല്ലാം ഈ കൊട്ടിക്കലാശത്തിൽ സജീവമായി പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും LDFന്റെ മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കൊട്ടിക്കലാശത്തോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികൾ നടന്നു. പിണറായിലെ കൊട്ടിക്കലാശത്തിൽ പിണറായി വിജയന്റെ സജീവ സാന്നിധ്യം പ്രവർത്തകർക്ക് ആവേശമുളവാക്കി.
ഉച്ചയോടുകൂടി തന്നെ ഈ മേഖലയിൽ ബൈക്കിലും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളും ഒക്കെയായി പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. വൈകിട്ട് വലിയ റാലി പിണറായിയിലെ കൊച്ചു പട്ടണം കേന്ദ്രീകരിച്ച് വലിയ റാലി നടന്നു. ഈ റാലിക്ക് ഒടുവിൽ പിണറായി വിജയൻ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴയിൽ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടന്നു. പുതുച്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ എലപ്പുള്ളിപ്പാറയിലാണ് സമാപിച്ചത്. ഈ റോഡ് ഷോയിലും വ്യക്തമാണ്. PV കുട്ടനാണ് മലബാറിന്റെ ഒരു വ്യക്തത നൽകിയത്. ഇനി ആവേശം ഒക്കെ തന്നെ തീരുന്നു. ഇനി നിശബ്ദതയുടെ ഒരു നാളാണ്. വോട്ടർമാർക്ക് കാര്യങ്ങളെ ഒക്കെ തന്നെ വിശകലനം ചെയ്യാനുള്ള നിമിഷങ്ങൾ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ചർച്ചയിലേക്ക്, രാഷ്ട്രീയ ചർച്ചയിലേക്ക്, രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല. പകരം വിദഗ്ധരുടെ, മേഖലയിൽ നിന്നുള്ളൊക്കെയുള്ള വിദഗ്ധരുടെ ഒരു വ്യക്തമായ വിശകലനങ്ങളിലേക്ക് പോവുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം PM മനോജ്, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ചേരുന്നു. PV മുരുകൻ, മാധ്യമപ്രവർത്തകൻ ചേരുന്നു. ഒപ്പം ഡോക്ടർ വേണുമോഹൻ, വലത് നിരീക്ഷകൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ഒപ്പം കുഞ്ഞിക്കണ്ണൻ. ചർച്ചയിലേക്ക് എത്തുമ്പോൾ ശ്രീ PV മുരുകൻ, കഴിഞ്ഞ 2 മാസത്തെ കോലാഹലങ്ങൾ, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, ചൂടുപിടിച്ച ആ നിമിഷങ്ങളൊക്കെയും കടന്ന് ഇനി നിശബ്ദതയുടെ ഒരു നാൾ. ഈ നാളിൽ കഴിഞ്ഞ 2 മാസക്കാലം കേരളം ചർച്ച ചെയ്യപ്പെട്ട, തിരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ ചർച്ചയായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയമായ ഒട്ടേറെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. കേരളം ഒട്ടേറെ ദിവസങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇനിയുള്ള ഒരു ദിവസം, ആ ദിവസം ഒരുപക്ഷെ വോട്ടർമാരുടെ മുന്നിലേക്ക് എന്തോ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കൂടുതലായി അവർക്ക് വിവക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുക. എന്തായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ആ 2 മാസത്തെയും ചർച്ചകളുടെയൊക്കെ തന്നെ ഒരു കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുക? അല്ല, കാടിളക്കിയുള്ള ഒരു പ്രചരണം കഴിഞ്ഞു. ഒരു ദിവസത്തെ മൗനത്തിനിടയിൽ പുതുതായിട്ട് വോട്ടർമാർക്കൊന്നും വീണ് കിട്ടാനിടയില്ല. കാരണം അവർ ആൾറെഡി ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം, ഒരുപാട് വോട്ടർമാർ നേരത്തെ തന്നെ തീരുമാനം എടുക്കുന്നവരാണ്. വലിയൊരു ശതമാനം പേര് രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ആ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് അവരെപ്പോഴും നേരത്തെ തന്നെ എടുക്കുന്നതാണ്. അത് അവസാന നിമിഷത്തിലെ ഒരു പ്രചരണത്തിൻ്റെയോ അല്ലെങ്കിൽ അതുകൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അവസാനത്തെ ഈ പ്രചരണ കോലാഹലങ്ങളിലൊക്കെ വീണു പോകുന്നത്. എങ്കിലും വളരെ പൾസായിട്ടൊരു പക്ഷേ ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെയൊക്കെയും, താങ്കളൊരു മാധ്യമപ്രവർത്തകനാണ്, അതിനപ്പുറത്തും ഒക്കെ പൊതുരംഗത്തും ഒക്കെയുള്ള ചർച്ചകളിലൂടെയൊക്കെയും ഒരു രാഷ്ട്രീയക്കാർ, ഒരു നിഷ്പക്ഷരായ ഒട്ടേറെ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യപ്പെടുന്ന, ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചകൾ എന്ന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. അല്ല, ഒരുപാട് പ്രചരണ വിഷയങ്ങളുണ്ടായിരുന്നു. ആ പ്രചരണ വിഷയങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് പ്രചരണ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ ലൈം ലൈറ്റിൽ വരാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം, ആരാണ് നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്? ഉമ്മൻചാണ്ടിയാണോ, VS ആണോ, പിണറായി ആണോ, കുമ്മനം രാജശേഖരനാണോ? കുമ്മനം രാജശേഖരൻ ഇപ്പം എൻ്റെ സുഹൃത്ത് കുഞ്ഞിക്കണ്ണൻ ഒരു ഇതേയോ. പക്ഷേ ആരാണ് മുഖ്യമന്ത്രി? നമുക്കറിയാം, നമുക്ക് എല്ലാ കാലത്തും അറിയാം. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ആരാണ് പ്രധാനമന്ത്രി എന്നുള്ള ചർച്ചാ വിഷയമാവാറുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആന്റി ഇൻകംബൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങളാണ് ഏത് സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. അത് ഒപ്പം പ്രതിപക്ഷത്തിൻ്റെതടക്കമുള്ള കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം, വളരെ നമുക്ക് വൈഡായിട്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ട്. കാരണം വെച്ചാൽ എന്നറിയാം, എപ്പോഴും എന്നറിയാം, ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലല്ല. ഒരു ഗവൺമെൻറ്റിനെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്, അവരുടെ ഇമേജിനെ വിലയിരുത്തുന്നത്. ഇമേജാണ് നമ്മൾ, പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഇമേജാണ്. ഒരു ഗവൺമെൻറ് 5 വർഷം ഭരിച്ച് പൂർത്തിയാക്കുമ്പോഴത്തേക്ക് ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൻ്റെ വിലയിരുത്തലാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ട്. അഴിമതിയാണ് മുഖ്യ വിഷയമായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൽ നടന്ന ഒരു സർവേ, ടെക്നോ പാർക്കിലെ ടെക്കികളുടെ ഒരു ഇടയിൽ നടത്തിയ സർവേയിൽ തെളിഞ്ഞു വന്ന 60% പേരും ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ വിഷയമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് അഴിമതിയാണ്. ഇപ്പോൾ നാച്ചുറലി അഴിമതി എന്ന് പറയുന്നത് ഈ ഇതാണ്, അതൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ്. അതേപോലെ പല കാര്യങ്ങളുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയാണ് ഒരു ഇലക്ഷനിൽ വരുന്നത്. ശ്രീ PM മനോജ്, എത്രത്തോളം ഒരുപക്ഷെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് വായിച്ചെടുത്താൽ എത്രത്തോളം ആത്മവിശ്വാസം കഴിഞ്ഞ 2 മാസം പിന്നിടുന്നു, മറ്റന്നാൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസം ഉൾക്കൊള്ളാൻ ഇടതുപക്ഷം, LDF എന്ന പാർട്ടിക്ക് കഴിയുന്നുണ്ട്? കാരണം പല ഘടകങ്ങൾ ചർച്ചയായ തിരഞ്ഞെടുപ്പ്, പലകുറി വലിയ പ്രതിവാദങ്ങളിലേക്ക് പോയി. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം മുൻപില്ലാത്ത ഒരു ഫാക്ടർ, ഒരു പക്ഷേ BJP പുതിയ സഖ്യം
രൂപപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഒരു പുതിയ ഘടകം തന്നെയാണ്. താങ്കൾ ഒരു പക്ഷേ ആ രീതിയിൽ ചർച്ച ചെയ്താൽ കൂടി അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു സംസാര വിഷയമായി വന്നിരിക്കുന്നു. ഇതൊക്കെയും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ മറ്റന്നാളത്തേക്ക് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിയും? അല്ല, ഇതിനു മുമ്പൊരു സെമി ഫൈനൽ നടന്നിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലും BJPയും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പുതുതായിട്ട് രൂപം കൊടുത്ത കക്ഷിയും തമ്മിലുള്ള ഐക്യം വളരെ ഫലപ്രദമായിട്ട് ഒന്നിച്ച് മത്സരവും അതുപോലെ ഒന്നിച്ചുള്ള പ്രചാരണവും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ഫലം വന്നതിനേക്കാൾ കൂടുതൽ ഒരു ശക്തി BJPയോ BJDS എന്ന് പറയുന്ന ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയോ ആർജിച്ചുവോ എന്ന് നമുക്കാർക്കും വസ്തുനിഷ്ഠമായിട്ട് നമ്മുടെ മുന്നിൽ വേറെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് സെമി ഫൈനൽ നടന്നു. അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നിപ്പോൾ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കണം. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി 44 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയത് രാജ്യം മുഴുവൻ അഴിമതിക്കെതിരായ അതിശക്തമായ ചർച്ച നടന്നുകൊണ്ടാണ്. ആ അഴിമതിക്കെതിരെയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ മുദ്രാവാക്യം വിളിച്ചത്. ആ അഴിമതിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അധികാരം വളരെ ദയനീയമായി പിടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അതായത് താങ്കൾ പറയുന്ന ഈ വികസന അജണ്ട ഇതുമായിട്ട് സമരസപ്പെട്ടോ അല്ലെങ്കിൽ അതിനെ തുലനം ചെയ്യാൻ കഴിയില്ല എന്ന് താങ്കൾ വ്യക്തമാക്കുകയാണ്. അല്ല, വികസന അജണ്ട എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി പറയുന്നത് മാത്രമാണ്. ഒറ്റ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി ഇതുവരെ ഉത്തരം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടി, നിങ്ങൾ കഴിഞ്ഞ 5 വർഷം UDFിൻ്റെ ഭരണത്തിൽ സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പാക്കി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറയാൻ പറ്റുമോ എന്ന ചോദ്യം ഒരുപാട് തവണയായിട്ട് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ വരുന്നുണ്ട്. ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. മുമ്പ് ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. നേരത്തെ സ്മാർട്ട് സിറ്റി വന്നിട്ടുണ്ടാവും, അത് പല ഗവൺമെൻറ്റുകളായി മാറി മാറി വരുന്നതാണ്. അതുപോലെ പിന്നെ ഒന്നും പൂർത്തീകരിച്ചില്ല. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പരീക്ഷണ ഓട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്? അതാണ് കൊച്ചി പെട്രോൾ നടന്നത്, പരീക്ഷണ ഓട്ടം. സ്മാർട്ട് സിറ്റിയിൽ തട്ടുകടയാണ് ഉദ്ഘാടനം ചെയ്തത്. മട്ടന്നൂർ വിമാനത്താവളം കഴിഞ്ഞ ദിവസം ഒരു വിദേശ വിമാനത്താവളത്തിൻ്റെ പടം വെച്ച് മട്ടന്നൂർ വിമാനത്താവളം റൺവേ സജ്ജമായി എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ലജ്ജയില്ലാതെ അത് പിൻവലിച്ച് ഓടേണ്ടി വരികയും ചെയ്തു. ഏത് വിദേശത്തുള്ള ഒരു വലിയ വിമാനത്താവളത്തിൻ്റെ പടം വെച്ച് ഇതാ കണ്ണൂർ വിമാനത്താവളം സജ്ജമായിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാർ മുഴുവൻ വന്ന് ഈ പുതിയ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പൊങ്കാല ഇടുക എന്ന് പറയാം. നാട്ടുകാർ മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ മുകളിൽ പൊങ്കാല ഇട്ടപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ച് ഓടേണ്ടി വന്നു. അത് ഒരു കാര്യം. രണ്ടാമതോ, കണ്ണൂർ വിമാനത്താവളം എങ്ങനെയാണ്? അവിടെ സാധാരണഗതിയിൽ ഒരു റോഡിൽ പോലും ലാൻഡ് ചെയ്യാവുന്ന കൊച്ചു വിമാനം കൊണ്ട് ഇറക്കിയിട്ടാണ് ഉദ്ഘാടന പ്രഹസനം നടത്തിയത്. ഇങ്ങനെ ഇത്തരം പ്രഹസനങ്ങളിലൂടെ ഞാൻ വികസന നായകനാണ് എന്ന് സ്ഥാപിക്കാൻ ഉമ്മൻചാണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഴിമതി ഏറ്റവും ഒടുവിൽ ഇന്നലെ സോളാർ കമ്മീഷന് മുമ്പിൽ എത്തിയ തെളിവുകൾ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അത് വന്നാലും വന്നിട്ടില്ലെങ്കിലും വേറെ ഒന്നും സംഭവിക്കാനുമില്ല. കാരണം ഉമ്മൻചാണ്ടി എന്താണ്, ഉമ്മൻചാണ്ടി ചെയ്തത് എന്താണ് എന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവസാനം വന്നത് ഏറ്റവും അവസാനം വന്നതും വോട്ടർമാർ പക്ഷേ അതും ഒരു ചർച്ചാ വിഷയത്തിലേക്ക് ഉറപ്പായും അവസാനം ഇന്നലെ കോടതിയിൽ നടന്ന തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിൽ നടന്ന നടപടികൾ, ആ നടപടികൾ ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര കേസുണ്ടെന്നുള്ള എണ്ണത്തിലെ തർക്കമാണ്. കേസുണ്ടെന്നത് ആർക്കും സംശയമില്ല. പരാതിയുണ്ട്, ആരോപണമുണ്ട്, ഉമ്മൻചാണ്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്നുള്ള തർക്കമില്ല. പക്ഷേ അതിൽ എണ്ണത്തിൻ്റെ തർക്കം. അതിൻ്റെ പേരിൽ കോടതിയിൽ പോയി അവസാനം VS അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവിനെ വാ മൂടിക്കെട്ടാൻ മുഖ്യമന്ത്രി കോടതിയിൽ പോകേണ്ട അവസ്ഥ. സാധാരണഗതിയിൽ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയും, വിഷയങ്ങൾ ഉന്നയിക്കും, ആ വിഷയങ്ങൾക്ക് മറുപടി എന്താണെന്ന് അത് പറയും, തിരിച്ച് അങ്ങോട്ട് പറയും. ഇത് കോടതിയോട് പറയാ, ഒന്ന് ദയവായി പ്രതിപക്ഷ നേതാവിൻ്റെ വാ ഒന്ന് മൂടിക്കെട്ടിക്കണം. എന്തിന്? രാഷ്ട്രീയ ചർച്ച, തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളും ജനങ്ങളെ ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ കോടതിയെപ്പോലും ശരണം പ്രാപിക്കുന്ന ദയനീയമായ ഒരവസ്ഥയാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായത്. ഡോക്ടർ വേണുമോഹൻ, ഇത് അഴിമതി എന്ന വിഷയത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു കാലത്തും ചർച്ചയാകില്ല, അല്ലെങ്കിൽ ആ രീതി പരാമർശിക്കത്തില്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നേരത്തെ ഇവിടെ P. മുരുകൻ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഇടയിൽ പോലും ഒരു ടെക്നോളജിക്കലി കാര്യങ്ങളെ ചിന്തിക്കുന്ന, അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായ ചിന്താശേഷിയുള്ള ആളുകളൊക്കെയും കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ചിന്തിച്ച കാര്യങ്ങൾ ഇതൊക്കെയും ചർച്ചയാകില്ലേ? അവിടെ താതാത്മ്യം പ്രാപിക്കാൻ ഈ പറയുന്ന വികസന അജണ്ട എന്ന് അതിൻ്റെ വിശദീകരണം ശ്രീ PM മനോജ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാത്തിനെയും മായ്ച്ച് നിർത്താൻ കഴിയുമോ? വോട്ടർമാർ ഇതൊക്കെയും ചിന്തിക്കില്ലേ? രണ്ടാം UPA സർക്കാരിൻ്റെ അവസാനത്തിൽ നടന്ന സംഭവങ്ങളിൽ അഴിമതി ഒരു ഘടകമായിരുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്നൊരു ബിംബം അതിശക്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ ചില അഴിമതി ആരോപണങ്ങൾ, അതിൽ തന്നെ DMKയുടെയൊക്കെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ അഴിമതി ആരോപണങ്ങളൊക്കെ വളരെ സത്യവുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ ഗവൺമെൻറ് തകർന്ന് തരിപ്പണമായത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ
ആ രീതിയിലുള്ള ഒരു അഴിമതി പരമായൊരു സർക്കാരല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ കേരളത്തിൽ എക്കാലവും അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരാകാത്തവരും ആരുമില്ല. പക്ഷെ പലരും അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലുണ്ടായ ആരോപണങ്ങളാണ്. അവരെല്ലാം അഗ്നിശുദ്ധി വരുത്തിയവരുണ്ട്. അത് LDF ആയാലും എം.എൻ. ഗോവിന്ദൻ കേരളം എന്ന് ആരാധനയോടുകൂടി പൂജിക്കുന്ന എം.എൻ. ഗോവിന്ദൻ നായരും അതുപോലെ തന്നെ TV തോമസും 70-ൽ മുഖ്യമന്ത്രിയാകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതും രാജ്യസഭാ മെമ്പറായ അച്യുത മേനോൻ ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകാൻ ഇതും 67-69-ലെ EMS മന്ത്രിസഭയിൽ അവർ അഴിമതി ആരോപണം നേരിട്ടതുകൊണ്ടാണ്. പക്ഷെ അവരെല്ലാം ശക്തമായി തിരിച്ചു വന്നു. എന്തിനേറെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ അഴിമതി ആരോപണം വന്നത് KP വിശ്വനാഥനായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൊടകര തോക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ അവരെല്ലാം അഴിമതി ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഒരാളെ മാത്രം അഴിമതി വ്യത്യാസമുണ്ട്. കേരളത്തിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് UDF-ന്റെ നേതാവായിരുന്ന R. ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ അഴിമതി ആരോപണത്തിന് ശിക്ഷിക്കപ്പെട്ട ഏക വ്യക്തി ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷത്ത് എല്ലാവിധ അനുകൂല സാഹചര്യവും അദ്ദേഹം പറഞ്ഞതുപോലെ 2009-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയം നേടിയ UDF അധികാരത്തിൻ്റെ തൊട്ടടുത്ത് വരാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി. 2-3 സീറ്റുകളിൽ മനോജ് സാറിനൊക്കെ അറിയാം, ചില ഇടതുപക്ഷത്തിൻ്റെ ചില ഉത്തരവാദിത്ത ഇച്ചിരി ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ UDF ഒന്നും അധികാരത്തിലും വരത്തില്ലായിരുന്നു. കാരണം അന്ന് അഴിമതി ആരോപണത്തിൽ നേതാവ് ജയിലിൽ കിടക്കുക. പക്ഷെ ആ നേതാവ് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കേരളത്തെ അഴിമതി ആരോപണം അടക്കമുള്ള സംഭവങ്ങൾ പറയുമ്പോൾ അമ്പ് കൊള്ളാത്തവരല്ല ഗുരുക്കളിൽ എന്ന് പറയുന്ന പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അഴിമതിക്കെതിരെ സംസാരിക്കുവാൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ, BJP എക്കാലവും ഇല്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഒരു ഘട്ടമാണ്. നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള ആനുകൂല്യം കൂടി നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. കാരണം പ്രധാനമന്ത്രി അടക്കം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മന്ത്രിമാരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം, അത്രത്തോളം ആത്മവിശ്വാസം ഉള്ള ഒരു ഘട്ടത്തിൽ ഇത്തവണ നിങ്ങൾക്ക് എന്ത് അവകാശപ്പെടാൻ കഴിയും? എന്താണ് ഒരു പക്ഷേ BJP-യുടെ പ്രതീക്ഷ? എത്ര സീറ്റ് വരെ ശ്രീ കുഞ്ഞിക്കണ്ണൻ അവകാശപ്പെടാൻ കഴിയും? ഏതായാലും LDF-ഉം UDF-ഉം പറയുന്നത് പോലെ ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവില്ല. നിയമസഭക്കകത്ത് ശക്തമായ സാന്നിധ്യം NDA-ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം BJP-ക്ക് ഇത്രയും വലിയൊരു ഒരു സഖ്യം, കേന്ദ്രഭരണം മാത്രമല്ല, കേന്ദ്രഭരണം ഉള്ള സമയത്തും കേരളത്തിൽ നേരത്തെയുള്ള സമയത്തും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം നോക്കിയാൽ എല്ലാ തരത്തിലും ഉള്ള ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ അത് ഉണ്ടാക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. NDA എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം. അത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ നേരത്തെ മനോജ് പറയുന്ന സമയത്ത് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉള്ള സഖ്യം തന്നെയാണ് ഇപ്പോൾ എന്ന് അദ്ദേഹം പറയുണ്ടായിരുന്നു. അതല്ല, ആ സമയത്ത് അത്ര വലിയ സഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. BDJS എന്ന പാർട്ടി പിറന്നിരുന്നില്ല. BDJS കൂടാതെ മറ്റു ചില സംഘടനകളൊക്കെ ഇപ്പോൾ NDA-യുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ, എത്ര നമ്പർ താങ്കൾക്ക്, കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറത്തേക്ക് ആ കാര്യങ്ങളെ നോക്കുന്ന വ്യക്തി കൂടിയാണ്, എത്ര നമ്പർ BJP-ക്ക് കൊണ്ട് താങ്കൾ അവകാശപ്പെട്ടു കഴിഞ്ഞു? എത്ര നമ്പർ കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന താങ്കളുടെ ഒരു കണക്കൂട്ട്? നമ്പർ പറയുന്നത് കാരണം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു നമ്പർ ഇവിടെ ഇതേ സ്റ്റുഡിയോയിൽ താങ്കൾ തന്നെ അവകാശപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്ക് അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെടുന്ന ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെയെങ്കിലും ഒരു നമ്പർ താങ്കൾക്ക് അവകാശപ്പെടാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞ സംഖ്യ കടന്നിരിക്കുന്നു. അന്ന് ഞാൻ
200, 210 എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഞാൻ കേരളത്തിലെ ആ നമ്പർ ഉയർന്നിരിക്കുന്നു. എൻ്റെ അന്നത്തെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. ഇന്ന് കേരള നിയമസഭയിലേക്ക് താങ്കൾ അവകാശപ്പെടുന്ന രീതിയിലാണ് BDJ സഖ്യത്തിന്റെ കൂടി പിൻബലമുള്ളത് കൊണ്ട് എത്ര നമ്പർ താങ്കൾ പറയാൻ കഴിയുമല്ലോ? ഒരു നമ്പർ പറഞ്ഞു. അന്ന് പറഞ്ഞ സംഖ്യ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു. കാരണം 210 അല്ല 282 സീറ്റ് അന്ന് കിട്ടി. അതുകൊണ്ട് വേറൊരു കണക്ക് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം BJPയുടെ അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം 71+ ആണ്. അതിൽ പിന്നെ കൂടുതൽ പറയേണ്ടി വരും ഞാൻ, എങ്കിൽ മാത്രമേ അത് ശരിയാവും. അങ്ങനെ ഒരു നമ്പർ അവകാശപ്പെടാൻ കഴിയും. കാരണം ഒരു 70+, അതിന് അത്ര അല്ലെങ്കിൽ കൂടിയും ഒരു വ്യക്തമായ സാന്നിധ്യത്തിലേക്ക് BJP പോകുന്നതിൽ ഭയപ്പാട് ഇവിടെ ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ വലതുപക്ഷത്തിനും ഉണ്ടോ അക്കാര്യത്തിൽ? കാരണം ഒരു ചർച്ചാ വിഷയമാകുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ മുൻപ് താങ്കളുടെ ഓർമ്മ കൊണ്ടുപോയാൽ അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ BJP ഇവിടെ ചർച്ചാ വിഷയമാകുന്നെങ്കിൽ അതിൻ്റെതായ വ്യക്തമായ രീതിയിലുള്ള ഭയപ്പാട് രണ്ട് പക്ഷത്തും ഉണ്ടോ? അത് ചോദ്യമല്ലേ? ഭയപ്പാടിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഭയപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, ഇവർ പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ കേരളത്തിൽ BJPയുടെ സാന്നിധ്യം, RSSൻ്റെ സാന്നിധ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട്. 1928 തുടങ്ങിയ സാന്നിധ്യം ഇത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ RSSൻ്റെ ശാഖയുള്ള താലൂക്ക് തലശ്ശേരിയാണെന്ന് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ RSS അല്ല, പക്ഷേ നമ്മൾ അംഗീകരിക്കണം. കാരണം BDJs എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവ് ഇവർക്കൊപ്പം ചേർന്നിരിക്കുന്നു. മാത്രമല്ല 2000 അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളെ ഒരുപക്ഷെ കൂടെ നിർത്താൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു 10 ആണെന്ന് തോന്നുന്നു അല്ലേ? 10 ചെറിയ കക്ഷികളാണെങ്കിൽ കൂടി ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ ശ്രീ മനോജ്? ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് SNDP. ആ SNDPയെ 3 ടേമായി നയിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. സ്വാഭാവികമായും ശ്രീനാരായണ ദർശനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളെ അടർത്തി മാറ്റുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തെ വിശ്വസിച്ച് കുറച്ചാളെങ്കിലും പോയിക്കൂടായില്ല. ഈ SNDPയുടെ ഒരു പിന്നെ ഒരു ഘടന എടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളായി വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, RSSകാരുണ്ട്, ഇവരൊക്കെ ചേർന്ന ഒരു സംഘമാണ്. അപ്പോൾ ഇന്നലെ വരെ ഈ SNDPക്കാരൻ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പാർട്ടിക്കിലാണ് പിന്തുണക്കുക എന്ന്, അല്ലെ എല്ലാ പാർട്ടിക്കും പിന്തുണയുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ. ഇന്നിപ്പോൾ BJPയുടെ ആളായിട്ടേ കാണുന്നുള്ളൂ നാട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ സംഭവം നേരത്തെ ഉള്ള വോട്ടിംഗ് പാറ്റേൺ തന്നെ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. അവിടെ PV മുരുകൻ്റെ ഒരു സഹായം നേടും. അവിടെ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായാൽ അതൊരു പക്ഷേ രണ്ടുപേർക്കും ഒരേ രീതിയിലായിരിക്കുമോ അതോ ബാധിക്കുന്നത് ഏതായിരിക്കും? ഭയപ്പാടെന്ന് ഞാൻ നേരത്തെ ചോദിച്ചത് PM-നോട് ചോദിച്ചതിൻ്റെ അതിൻ്റെ ഒരു വിശകലനം ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ രണ്ടുപേർക്കും ഉണ്ടാകും. അതിനൊരു വസ്തുതയുള്ളത്, BDJs എന്നൊരു ഫാക്ടർ, BDJs എന്ന് പറഞ്ഞ SNDP യോഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് വന്നതാണ്. നേരത്തെ രാഷ്ട്രീയ സംഘടനയായിട്ട് SRP വന്നിട്ടുണ്ട്. അവർ വന്ന് 2-3 സീറ്റ് കിട്ടുകയോ മന്ത്രിസ്ഥാനം വരികയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ദീർഘകാലത്തിന് ശേഷമാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ടെസ്റ്റാണ്, ആദ്യത്തെ ടെസ്റ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ ക്ഷീണം വലത്തോ ഇടത്തോ, പക്ഷേ എന്നറിയാം, ഒരു പരിധിവരെ ഇടതുപക്ഷത്തിനും ക്ഷീണം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരമായി കെട്ടിക്കൊണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടാണ് BDJs പിടിക്കുന്നെങ്കിൽ പിടിക്കുന്നത്, അല്ല മുന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് BDJs ഒരു ഫാക്ടറായി വന്നതുകൊണ്ട് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ BJP വോട്ട് ചോരാനും സാധ്യതയുണ്ട്. BJPയുടെ സ്ഥിരം ബാസ്റ്റൻ എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. വർഷങ്ങളായിട്ട് സവർണ്ണ സമുദായങ്ങളും നായർ കമ്മ്യൂണിറ്റി, അത് എല്ലാവർക്കും അറിയാം. അത് ഇപ്പം ഈ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ അക്കൗണ്ട് പോകുന്നത് BDJസിനാണ്. അതിൻ്റെ അക്കൗണ്ട് പോകുന്നത്, ആ മേൽവിലാസം പോകുന്നത്, അത് ഈ പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ കൂടെ ട്രഡീഷണലായിട്ട് നിന്നിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വോട്ട് ഷിഫ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ പോസിറ്റീവ്, അത് എപ്പോഴും UDF ഫിനാലിലോട്ട് വരാൻ സാധ്യതയുള്ളൂ, അല്ല LDF ഫിനാലിലോട്ട് വരാൻ സാധ്യതയില്ല. അതേസമയത്ത് BDJസിൻ്റെ വോട്ട് എപ്പോഴും ട്രഡീഷണലായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കുറേ വോട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നോക്ക സമുദായങ്ങളുടെ വോട്ട് ഒരു പരിധി, അതിലൊരു ചെറിയ ഷിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം അല്ല, യഥാർത്ഥത്തിൽ BJP അല്ലെങ്കിൽ തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. അത് നമ്മൾ നേരെ എല്ലാവർക്കും അറിയാം, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് BDJസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് എന്നുള്ള ഒരു മേൽവിലാസം വരികയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും BJPക്ക്.
അതാണ് എൻ്റെ യെസ്, അവിടെ ശ്രീ ഡോക്ടർ വേണുമോഹൻ അവിടെയാണ് ഞാൻ ചോദിച്ചത്. കാരണം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ വാക്കുകൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു, BJPയുടെ സാന്നിധ്യം കൂടി. അവിടെ പല സ്ഥലങ്ങളിലും ഈ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോട് കൂടി എടുക്കുന്ന തന്ത്രപരമായ നിലപാട് പല അർത്ഥത്തിൽ പക്ഷേ വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ചകളും വാദപ്രതിവാദങ്ങളും ആ രീതിയിൽ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന ആ ഒരു മുന്നോട്ട് പോക്ക് BDJസിൻ്റെ അടക്കമുള്ള പിന്തുണ വല്ലാതെ ഭയപ്പാട് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ BJP നമ്മളിപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് അവർക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിന് മുമ്പ് 1-2 സ്ഥലങ്ങളിലുള്ള ഒരു ചെറിയ ഇതേ ഉള്ളായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഇടത്ത് ഇപ്പം തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നമ്മളത് നിസ്സാരമായി കാണരുത്. പക്ഷേ അവിടെ നമ്മൾ എന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ LDFൻ്റെയോ UDFൻ്റെയോ സ്ഥാനാർത്ഥി ശക്തനാണ് എങ്കിൽ BJP കയറി വരത്തില്ല. അന്ന് LDFൻ്റെ സ്ഥാനാർത്ഥി പേയ്മെൻറ്റ് സീറ്റ് വിവാദമൊക്കെ ഇട്ടത് കൊണ്ടാണ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്രയും വലിയൊരു ഒഴുക്ക് വന്നത്. അതിനെ അന്ന് തടഞ്ഞത് ശക്തനായ സ്ഥാനാർത്ഥി UDF. പക്ഷേ നിയമത്തിലേക്ക് വരണം. നിയമമണ്ഡലം മാത്രം നോക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവരും പറയുന്ന 3ാം സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മൂന്നാമത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ 3ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് ദുർബലമായ സ്ഥാനാർത്ഥിയെ പോലും UDF അവിടെ ഇട്ടുകൊണ്ടുള്ള ആ ഒരു തന്ത്രം അത് വേറെ രീതിയിൽ അർത്ഥത്തിൽ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ട് ഞാനത് പറയട്ടെ. അല്ല, ഈ നേമത്തെ UDFൻ്റെ കാൻഡിഡേറ്റ് പുനലൂരിൽ നിന്നും ബൈ ഇലക്ഷനിൽ അദ്ദേഹം MLA ആയതാണ്. ഇവിടെ കോൺഗ്രസിന്റെ ശക്തനായ ശരത്ചന്ദ്ര പ്രസാദിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഈ സിറ്റി മണ്ഡലത്തിൽ ജയിച്ചു അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയായ ശക്തനായ ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻപിള്ള. അപ്പോൾ അദ്ദേഹം ദുർബലനല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പറയണം, നേമത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു 2011 നടന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒരു പക്ഷേ രാജഗോപാൽ ജയിക്കും എന്നുള്ള ട്രെൻഡ് വന്നപ്പോൾ ഇവിടുത്തെ UDF ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF നേതൃത്വം ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയതിന്റെ പുറത്താണ് രാജഗോപാൽ തോറ്റത്. ഇത്തവണയും സമാനമായ ചിന്താഗതി വന്നാൽ UDF അങ്ങനെ ചെയ്തിരിക്കും. അവിടെ PM ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ അതിന്റെ അടിയൊഴുക്കുകളിലേക്ക് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലുള്ളത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച 27 വാർഡുകളിലും UDFന്റെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മാത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ കാര്യം മനസ്സിലാവും. കാരണം വോട്ട് ചോർന്ന് അവസാനം 2000 വോട്ട് BJP കിട്ടിയെടുത്ത് 800-600 വോട്ട് കോൺഗ്രസിന് കിട്ടിയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയി. അതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. പക്ഷേ നിയമമണ്ഡലത്തിൽ ഞാനിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളെ സഹായിച്ചതാണ് ഫണ്ട് ഇനി സഹായിക്കുമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. അവർ സഹായിക്കണം എന്ന ആഗ്രഹക്കാരൻ തന്നെയാണ് ഞാൻ. അതെ. അപ്പോൾ ആ സഹായം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നേമത്ത് BJP അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് രാജഗോപാൽ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച ഏറ്റവും ഗംഭീരമായി നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവസാനം രാജഗോപാൽ തോറ്റു, ശിവൻകുട്ടി ജയിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് BJPയുടെ സാന്നിധ്യം മോശമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മുന്നോട്ട് വന്ന നിരവധി സംഭവങ്ങളുണ്ട്. മുമ്പ് മറ്റേ രാജാവ് മത്സരിച്ചപ്പോഴും അതുപോലെ കുമ്മനം മത്സരിച്ചപ്പോഴും ഒക്കെ വളരെ ഗംഭീര പെർഫോമൻസ് നടത്തിയിരുന്നു. 2000 ആണ്ടിൽ ഇവർ കയറി തിരുവനന്തപുരം നഗരം മുഴുവൻ അടിച്ച് തകർത്ത് ഒരു കണ്ടക്ടറെ അടിച്ച് കൊന്ന് നാശമാക്കിയപ്പോഴാണ് ഇവർ തിരിച്ചു പോയത്. പരസ്യമായിട്ടുള്ള ഒരു ആക്രമണം. അതിൽ നിന്ന് റീകൂപ്പ് ചെയ്ത് ഇപ്പോൾ കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വരുമ്പം തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള നഗരമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷി എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കനായിട്ട് ചിലപ്പോൾ യാഥാർത്ഥ്യം പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷിക്ക് മാത്രം തിരുവനന്തപുരത്ത് ഇലക്ടറേറ്റിൽ ഭൂരിപക്ഷം നേടാം അല്ലെങ്കിൽ ജയിച്ച് കളയാം എന്ന ആ ധാരണയാണ് കഴിഞ്ഞ തവണ നിയമത്തിൽ തിരുത്തിയത്. ആ ധാരണയാണ് ഈ കഴിഞ്ഞ കോൺഗ്രസിന്റെ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ. അവിടെയാണ് മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ വരുന്ന പലപ്പോഴും ചർച്ചകൾ വരുന്നത്. ഇത്തവണ എന്തായിരിക്കും ശ്രീ മനോജ്, താങ്കൾക്ക് എന്തായാലും അതിന്റെ ഒരു ചിത്രം എന്തായാലും വ്യക്തമാണ്. അല്ല, അതിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു വൈകല്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഈഴവൻ വെള്ളാപ്പള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നായർ വോട്ട് ചെയ്യോ തിരിച്ചു വോട്ട് ചെയ്യോ അങ്ങനെയുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അന്നേരം എന്താ
നമ്മളെ സാറ് രക്ഷപ്പെടുകയാണ്. എന്ത് തീർച്ചയായും. ഈ അഴിമതി ഇത്രയും ആന്റി ഇൻകം അത് പ്രത്യേക ഘടകമായി തന്നെ ചർച്ചയ്ക്കുണ്ട്. ഈ അഴിമതികളെ ഒരു ഫാക്ടറിയിലേക്ക് വരുമ്പോഴുള്ള ചർച്ചയാണ് നമ്മൾ അത്രയ്ക്ക് അല്ലല്ല, ഇത്രയും കടുത്ത അഴിമതികളെ ആകെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് 5 വർഷത്തെ ഭരണത്തെ ആകെ മറന്നുകൊണ്ട് ഞാൻ ഇന്ന ജാതിയാണ്, അതുകൊണ്ട് ഇന്ന ജാതിക്കാരന് വോട്ട് ചെയ്യണം എന്നാണ് കേരളത്തിലെ ഇലക്ടറേറ്റ് ചിന്തിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ചെറിയ. പക്ഷെ അത് ഈ അഴിമതി വിരുദ്ധ ജനവികാരത്തെ മറികടക്കാനുള്ള ഫാക്ടേഴ്സ് ആയിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ പുസ്തകം എഴുതി കോലീബി സഖ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാലത്തും പരസ്യമായും രഹസ്യമായിട്ട് നടന്നിട്ട് പോലും അത് വിജയിപ്പിക്കാൻ കഴിയാതിരുന്നതോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ജനവികാരം കൂടുതൽ ശക്തമായി വന്നതോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഇതിനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാഷ്ട്രീയം തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ജനവിധി നിർണ്ണയിക്കുക എന്നാണ്. അതുകൊണ്ടാണ് LDF 100 സീറ്റിലെത്തുമെന്ന് ഞാൻ പറയുന്നത്. ശ്രീ പി വി മുരുകൻ, എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണങ്ങളെ വിശകലനം ചെയ്ത ഒരു ഘട്ടമായിരുന്നു. അവിടെ അഴിമതിക്കും അപ്പുറത്തേക്ക് ഒരു സർവേ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന സർവേകളിൽ പരിശോധിച്ച ഘടകം സാമൂഹിക അരക്ഷിതാവസ്ഥ. അവിടെ പെൺകുട്ടികളടക്കമുള്ള സുരക്ഷിത ഇല്ലായ്മ, വിദ്യാഭ്യാസ അരക്ഷിതാവസ്ഥ, തൊഴിലില്ലായ്മ, ഇതൊക്കെയും ചർച്ച ചെയ്യപ്പെട്ട ഒട്ടേറെ ഘടകങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയും പരിശോധിച്ചാൽ ഇതൊക്കെയും വോട്ടർമാരുടെ ഇടയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. തൊഴിലില്ലായ്മ, യുവാക്കളുടേതടക്കം ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. അവിടെയും തൊഴിലില്ലായ്മ സംബന്ധിച്ചും കാർഷിക മേഖല തകർച്ച, ഇതൊക്കെയും തന്നെ അതിൻ്റെ അടിയൊഴുക്കുകൾ, അനുരണനങ്ങൾ ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തി, വിലക്കയറ്റമടക്കം, ഇതൊക്കെയും ചർച്ചാ ഘടകങ്ങളായിട്ടില്ലേ? ഈ തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരുടെ തൊഴിലില്ലായ്മ? ബംഗാളികളുടെയാണോ ബീഹാറികളുടെയാണോ തൊഴിലില്ലായ്മ എന്നാണ് ചോദ്യം. കേരളത്തിൽ ഒരുപാട് തൊഴിൽ മേഖലകളിൽ മറ്റ് നാടുകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് തൊഴിൽ മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ എന്നൊരു വിഷയം ഇവിടെ ഒരു ചർച്ചാ വിഷയമേ അല്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ തൊഴിലില്ലായ്മയായിരുന്നു ഏറ്റവും വലിയ മുഖ്യ വിഷയം. തെരഞ്ഞെടുപ്പുകളിൽ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ മുഖ്യ വിഷയമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊഴിലില്ലായ്മ ഒരു മുഖ്യ വിഷയമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ആൾ ചിരിക്കത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരുപാട് മേഖലകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരുന്നില്ല, കാരണം അവർക്ക് അവിടെ ഇപ്പം പണിയുണ്ട്. ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും UP യിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തൊഴിലില്ലായ്മ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് തൊഴിൽ മേഖല, കാരണം ഗൾഫിൽ പോയി 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവൻ ഇവിടെ അതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ ഒരു മാസം ശമ്പളം ജോലി ചെയ്യുന്ന ബംഗാളിലുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തൊഴിലില്ലായ്മ ഒരു വിഷയമല്ല. മറിച്ച് അഴിമതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നുവോ ഈ പറയുന്ന പ്രതിപക്ഷത്തെ BJP ആയാലും അല്ലെങ്കിൽ ഇടതുപക്ഷമായാലും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്, അല്ലെങ്കിൽ ചർച്ചാ വിഷയമായത്? ഇടതുപക്ഷം മുഖ്യമായിട്ട് ഉന്നയിച്ചത് അഴിമതിയാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം വെച്ചാൽ അഴിമതി മാത്രമേ ക്ലിക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ക്ലിക്ക് ചെയ്യത്തില്ല. അഴിമതിയുടെ മുഖ്യ വിഷയമായിരുന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അഴിമതിയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് ചില വൃത്തികെട്ട പരിപാടികളും മറ്റേ ഇതൊക്കെ എല്ലാം ചേർന്ന് വന്ന അത് ഒരു മുഖ്യ വിഷയമാണ്. ശ്രീ ഡോക്ടർ വേണുമോഹൻ, എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ അഴിമതി ഒരു ഘടകമാകില്ല എന്ന് താങ്കൾ ഇപ്പോഴും, കാരണം ചരിത്രത്തിൻ്റെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് താങ്കൾ അതിനെ ആധാരമാക്കിയത്, അതിനപ്പുറത്തേക്ക് പ്രബുദ്ധരായ കേരള ജനത എന്തായാലും അഴിമതി പൂർണ്ണമായും കളയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമോ? അല്ല, അഴിമതി ഘടകത്തിലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിനെതിരെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ ആ അഴിമതി ആരോപണത്തിൻ്റെ മുഖ്യ സംഘാടകനായ വ്യക്തി ജയിലിൽ കിടന്ന അഴിമതിയുടെ പേരിൽ സുപ്രീം കോടതിയാണ് ശിക്ഷിച്ച് ജയിലിലിട്ടത്. അപ്പം അങ്ങനെ സുപ്രീം കോടതി ശിക്ഷിച്ച് ജയിലിലിട്ട വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ പ്രതിപക്ഷം അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. അപ്പം ഈ ഉത്സവ പറമ്പിലൊക്കെ മാല മൂട്ടിച്ച കള്ളൻ ഓടിയിട്ട് മുമ്പേ പോകുന്നതിനെ കള്ള എന്ന് വിളിക്കുന്നത് പോലുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം അതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. നമ്മളൊരു യുദ്ധം നടക്കുമ്പോൾ അതിനകത്ത് ക്രെഡിബിലിറ്റി വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ എത്രയോ അഴിമതി കേസുകളിലും എന്തുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടുകയാണെങ്കിൽ അഴിമതിക്കെതിരെ സംസാരിച്ച VSന്റെ വായ മൂടി അത്രത്തോളം ആത്മവിശ്വാസമാണല്ലോ. അഴിമതി ഒരു ഘടകമേ അല്ല, വാ മൂടിക്കുക. കാരണം VS അഴിമതിക്കെതിരെ സംസാരിക്കുന്ന VSന്റെ വാ അടപ്പിക്കുക, അതായിരുന്നു കോടതിയിലേക്ക് പോയത്. ആര് ശ്രമിച്ചു? VSന്റെ വായ മൂടി കെട്ടാൻ ആര് ശ്രമിച്ചു? ശ്രീ PM മനോജ് പറയട്ടെ. മുഖ്യമന്ത്രിയോ? അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. കേരളത്തിലെ പരസ്യ പ്രസ്താവനകൾ VS തുടരുന്നത് നിർത്തണം എന്ന രീതിയിലേക്ക് ശ്രീ പോയതിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി, അതാണ് കോടതി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഈ രാജ്യത്തും മതേതരത്വവും ജനാധിപത്യവും സംഭാവന ചെയ്ത പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഒരാളുടെ വാ മൂടി കെട്ടാനായിരുന്നെങ്കിൽ അഴിമതിയെ VS ഉന്നയിക്കുന്ന അഴിമതിയെ നിങ്ങൾ ഭയന്നു.
റഷ്യയിലെ പോലൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ജനാധിപത്യം വേണ്ടെന്ന് വെച്ചായിരുന്നെങ്കിൽ ഈ സാധനം തീരുന്നു തന്നെ ഏറ്റവും. നമ്മൾ പറഞ്ഞത് VSന്റെ പ്രതിപക്ഷ നേതാവിന്റെ ജനാധിപത്യവും മതേതരത്വവും കൊടുത്തത് കോൺഗ്രസ് അല്ലയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഭാവന അല്ലയോ? 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷതാണ്. അവരല്ലേ ഈ ചിഹ്നം കൊടുത്തത്? ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ. കാരണം കഴിഞ്ഞ ഒരു മാസത്തേക്ക് മുൻപേ ബാക്കിലേക്ക് കണ്ണോടിച്ചാൽ KPCC പ്രസിഡന്റ് അഴിമതിക്കാരനെന്ന് പറഞ്ഞ അങ്ങ് ദില്ലി വരെ പോയി കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ മത്സരരംഗത്തുണ്ട്. ഇതൊന്നും ജനങ്ങൾ തിരിച്ചറിയില്ല. അല്ല, KPCC പ്രസിഡന്റ് അഴിമതിക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ആരും മത്സരിക്കത്തില്ല. അത്ര ആർജവമുള്ള ഒരാളാണല്ലോ KPCC പ്രസിഡന്റ്. ഇത് നമ്മൾ പുറത്തു വന്ന ചില ദയവായി താങ്കൾ വളച്ചൊടിക്കില്ല. ആരോപണക്കാരുടെ അഴിമതിക്കാരൻ എന്ന രീതിയിൽ താങ്കൾ ഞാനതിന്റെ ബൈറ്റുകൾ വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. KPCC പ്രസിഡന്റ് അങ്ങനെ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് മീഡിയ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ അത് നമ്മൾ മാധ്യമങ്ങൾ ഊഹിച്ചെടുക്കുന്നതാണ്. നമ്മൾ കേരളത്തിൽ നമ്മൾ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരാളെ മാത്രം മാറ്റാൻ അത് രാഹുൽ ഗാന്ധി പിടിവാശിയുള്ളത് കൊണ്ട് മാത്രം അല്ല, അഴിമതി ആരോപിതരായിട്ടുള്ളവർ LDFിലും UDFിലും ഉണ്ട്. കള്ളച്ചെക്ക് കേസിലെ പ്രതികൾ കൂടുതൽ നിൽക്കുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി PM മനോജ്. കാരണം ഇത്രത്തോളം അദ്ദേഹം പറഞ്ഞ സ്ഥിതി കാരണം ക്ലാരിഫിക്കേഷൻ ആവശ്യം വരികയാണ്. കാരണം KPCC പ്രസിഡന്റ് മാത്രമല്ല, ഒട്ടേറെ ഉദാഹരിക്കാനുണ്ട്. ഇനിയും കൂടുതൽ ഉദാഹരിക്കുന്നൊന്നുമില്ല. കെ മാണി വീട്ടിൽ പോയിരിക്കുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല. 1 2 5 കളങ്കിതരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് കുഴപ്പം ഡൽഹി പോലും 6 പേര് ഡൽഹി പോലും പോയി പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി അവസാനം ഈ പേടിപ്പിച്ചപ്പോൾ ഒതുങ്ങി നിന്നതും ഈ ആദർശധീരനായ ആർജവമുള്ള KPCC പ്രസിഡന്റാണ് 2. അതുപോലെ തന്നെ ഈ കേസുകളൊന്നും ഈ മന്ത്രിസഭയിൽ നേരത്തെ പറഞ്ഞല്ലോ, അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ ഈ കുരുക്കളിൽ കൊള്ളാത്ത ആ പാവം വിജയലക്ഷ്മി മാത്രമാണ് മറ്റ് കേസുകളിൽ വരാത്തത്. കാരണം അത് വേറെ ജൈവശാസ്ത്രപരമായ കാരണം കൊണ്ടാണ്. പക്ഷേ അവരും അഴിമതി ആരോപണ വിധേയയാണ്. അങ്ങനെ ഈ സകലം മന്ത്രിമാരും അഴിമതി ആരോപണത്തിൽ 1. 2 പിന്നെ ബാലകൃഷ്ണ പിള്ളയുടെ കാര്യം പറഞ്ഞു. ബാലകൃഷ്ണ പിള്ള ഏതായാലും ഈ പറഞ്ഞു നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു അഴിമതി LDFിനോടൊപ്പം നിന്ന് നടത്തിയിട്ടില്ല. UDFിൻ്റെ സ്ഥാപകനാണ്. UDF മന്ത്രിയായിരിക്കുമ്പോൾ നടത്തി എന്ന് പറയുന്ന അഴിമതിയാണ് ഇതൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ബാലകൃഷ്ണ പിള്ള സുപ്രീം കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ ആ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇറക്കി കൊണ്ടുവന്ന കൂട്ടരാണ് ഇപ്പോൾ പറയുന്നത് ബാലകൃഷ്ണ പിള്ളയാണ് ലോകത്ത് ഏറ്റവും വലിയ അഴിമതിക്കാരൻ. അവിടെയുള്ളപ്പോൾ അമ്പ് കൊള്ളാത്തവരിൽ, അതായത് തങ്ങളെപ്പോലെ ആണ് വൃത്തികെട്ടവരാണ്, മോശക്കാരാണ്, അഴിമതിക്കാരാണ്, കൊള്ളക്കാരാണ് എല്ലാവരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം ഒരു പാർട്ടി ആ പാർട്ടി മോശമാണെന്ന് വെച്ചിട്ട് ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് ഒരു ചാനൽ ചർച്ചയെല്ലാം വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ആ വിഷമം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ശ്രീ മുരുകൻ പറഞ്ഞാൽ ഒരു മറുപടിയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് തൊഴിലില്ലായ്മയുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ന് കേരളം. 40 ലക്ഷമാണ് തൊഴിലില്ലായ്മ അഭ്യസ്ത വിദ്യരുടെ. നമ്മളിവിടെ എന്താണ് ഇതിൻ്റെ ഒരു രൂക്ഷത? അതെ അത് കാഠിന്യം നമുക്ക് കാണാത്തത് എന്തുകൊണ്ട്, നമുക്ക് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നു. ഇപ്പോൾ ഇവിടെ അത് അങ്ങനെ പോയിട്ട് അൺസ്കിൽഡ് വർക്കേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സ്കിൽ ഡെവലപ്മെൻ്റ് ഇല്ല, നൈപുണ്യ വികസനം എന്നൊക്കെയാണല്ലോ പറയുക. അതിന് സ്കിൽ ഡെവലപ്മെൻ്റ് ഇല്ല, അതിനുള്ള സാധ്യതകൾ കേരളത്തിലില്ല. അത് ഈ ആളുകൾക്ക് അവരുടെ അഭിരുചി കണ്ടെത്തി അതിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകാനും തൊഴിൽ സാധ്യത കണ്ടെത്താനും സർക്കാരുകൾ കാണിക്കേണ്ടുന്ന ഇനീഷ്യേറ്റീവ് മുൻകൈ അത് കാണിക്കാത്തതിൻ്റെ കുഴപ്പമാണ് വരുന്നത്. അതാണ് ഈ കഴിഞ്ഞ 5 വർഷം ഇത്രയും രൂക്ഷമായി ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സംരംഭകത്വം ചേർത്തുകൊണ്ടായിരിക്കുമോ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഈ സൊമാലിയ പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പോൾ ഇത് പല ഘടകങ്ങൾ എല്ലാത്തരവും നോക്കിയാണോ പ്രധാനമന്ത്രി ആ ഒരു രീതിയിലേക്കൊക്കെ ഒക്കെയും പോയത്? പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞത് മറ്റേ അട്ടപ്പാടിയിലെ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വിവാദം മുറുകി നിൽക്കുന്ന സമയത്താണല്ലോ വയനാട്ടിൽ ചോരക്കുഞ്ഞുങ്ങൾ 2 പേരും മരിച്ചത്. അത് നമ്മൾ കാണണ്ടേ? അപ്പോൾ അട്ടപ്പാടിയെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ എതിർത്തത് ഉമ്മൻചാണ്ടി മാത്രമല്ല കേരളത്തെ സോമാലിയ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷവും പ്രതിപക്ഷവും വല്ലാത്തൊരു വേവലാതി പ്രകടിപ്പിക്കുന്നുണ്ടായി. നമ്മളിപ്പോൾ മനോജ് പറഞ്ഞു സ്കിൽ ഡെവലപ്മെൻറ്റ് അതിനുള്ള സംവിധാനമില്ല, കാര്യങ്ങളില്ല. അത് 5 വർഷത്തെ കാര്യം മാത്രമല്ല, 60 വർഷമായി ഒരു ദീർഘകാല പദ്ധതി ആവിഷ്കരിക്കാനും അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും നമുക്ക് സാധിച്ചില്ല എന്നുള്ളൊരു സത്യമാണ്. ഒരുപാട് ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അഴിമതി എന്ന് പറയാൻ, അഴിമതി ജനങ്ങൾ
നമ്മൾ കൈക്കൂലി കൊടുക്കുന്നവരാണെങ്കിൽ പോലും ആ കൈക്കൂലിയെ അംഗീകരിക്കുന്നവരല്ല ജനങ്ങൾ. അതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അഴിമതി മൂലമാണോ വഴിമുട്ടിയ കേരളം എന്ന രീതിയിലേക്ക് അഴിമതി മാത്രമല്ല, എല്ലാ രംഗത്തും വഴിമുട്ടിയിരിക്കുകയാണല്ലോ കേരളത്തിന്. തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ലോറി വന്നില്ലെങ്കിൽ അണ്ണാക്കിൽ മണ്ണ് വീഴുന്ന അവസ്ഥയല്ലേ അത്. ഗുജറാത്തിലെ ജനസംഖ്യ ഒരുപാട്. ഗുജറാത്തിലേക്ക് പോകണ്ട, ഗുജറാത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബംഗാളിലേക്ക് പോകേണ്ടി വരും. ബംഗാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് അതിന്റെ ഒരു മറുപടിയിലേക്ക് എന്തായാലും ശ്രീ പി എം മനോജിലേക്ക് എത്താൻ. ശ്രീ പി എം മനോജ്, ഇവിടെ നേരത്തെ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കും അപ്പുറത്തേക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ, പല കാർഷിക വിഷയങ്ങൾ, ദൈനംദിന പ്രശ്നങ്ങൾ, വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ. ഇതിനൊക്കെ ഉള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് BJP ഒരു ടീമിനെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഒരു പക്ഷേ അയച്ചേക്കുന്നു. കാരണം കേരളത്തിന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ തന്നെ ന്യൂനതകൾ, അത് വോട്ടാക്കി മാറ്റാനുള്ള അവരുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ടാർഗറ്റ്, അത് എത്രത്തോളം ഒരു പക്ഷേ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്? അതോ ഒക്കെയും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണോ? ഏത് രീതിയിൽ താങ്കൾ കാണുന്നു? അല്ലല്ല, പുതിയ കാലത്ത് പണം, അധികാരം, അതിൻ്റെ സ്വാധീനം, പിന്നെ നേരത്തെ ഇപ്പോൾ വാജ്പേയിയും അദ്വാനിയും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് മാറി അമിത്ഷായുടെ കാലത്താണ് ഇപ്പോൾ BJP ഉള്ളത്. അപ്പോൾ വാജ്പേയി അദ്വാനിയും പിന്നെ കാത്തു സൂക്ഷിച്ച് അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തടക്കം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, അതിൽ പങ്കെടുത്തെന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ്. അമിത്ഷാ എങ്ങനെയാണ് വന്നത് അത് നമുക്കറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു താരതമ്യം നടത്തുമ്പോൾ അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ വിലക്ക് വാങ്ങലുണ്ടാവും, അങ്ങനത്തെ കുറേ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അന്ന് ഇവർ ചെയ്തതുപോലെ ഇന്ന് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല, അന്നത്തെ പ്രത്യാഘാതമാണ് ഇന്നുണ്ടാവുക എന്നും പറയാൻ കഴിയില്ല. അത് BJPക്ക് നിലവിൽ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ചില മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ BJP ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. ആ വിപത്ത് ഈ മതത്തിൻ്റെ പേരിലും വർഗീയ വിദ്വേഷത്തിൻ്റെ പേരിലൊക്കെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ മതനിരപേക്ഷത പറയാനാണ് വലിയ പ്രയാസമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വസ്തുതയ്ക്ക് ആധാരമേരിയിൽ ചർച്ച അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിലേക്ക് പോകുമ്പോൾ അത് ആർക്ക് ക്ഷീണം? അതാണ് ചർച്ച. ആ ചർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതും കൊണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ വലിയ സന്നാഹത്തോടെ വന്നിട്ട് അവസാനം ഈ ഗുജറാത്തിൽ നിന്നാണല്ലോ വരുന്നത്, ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് കേരളം സോമാലിയെ പോലെ എന്ന് പറഞ്ഞു, സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം, എന്തായിരിക്കാം. അതോടെ മോഡി ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ എല്ലാം അങ്ങ് പോയി എന്നുള്ളതാണ് വസ്തുത. അത് നേട്ടമാക്കാൻ ഉമ്മൻചാണ്ടി ഒരു വലിയ ശ്രമം നടത്തി, അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മൾ ഈ ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ, 15ാമത്തെ ദിവസമായി ഇന്ന് കേരളത്തിൽ ഒരു യുവതി സ്വന്തം വീട്ടിൽ പട്ടാപ്പകൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നറിയോ? ഈ നാട്ടുകാരെ വിളിച്ച് മാങ്ങ കടിപ്പിക്കുകയാണ്. ഈ മാങ്ങ കടിച്ചിട്ട് പല്ലെങ്ങനെയാന്ന് നോക്കാൻ. അത്രയും അപഹാസ്യമായ രീതിയിലാണ് കേരളത്തിൻ്റെ ക്രമസമാധാനം. അതുപോലെ ഇത്തരം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയം. അപ്പോൾ ജിഷ വിഷയം വരുമ്പോഴാണ് സ്ത്രീ സുരക്ഷ, ക്രമസമാധാന പ്രശ്നം, ഈ പോലീസിൻ്റെ അനാസ്ഥ, പോലീസിലെ പിന്നെ അവിഹിതമായ ഇടപെടലുകൾ, ഇതൊക്കെ ചർച്ചയാവുന്നത്. ഇങ്ങനെ ഓരോ പ്രത്യേക വിഷയവും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി എന്തൊക്കെ ചർച്ച ചെയ്യുക അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ മാന്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളോ 3 മുന്നണികളോ മത്സരിക്കുന്നുണ്ട്. അവർ വെച്ച പ്രകടന പത്രിക വെച്ചിട്ടാണ് ചർച്ച നടക്കേണ്ടത്. ആ പ്രകടന പത്രിക വെച്ചിട്ടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമായി വരുന്ന മുന്നണികളെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ഇതുപോലത്തെ വിവാദങ്ങൾ ചർച്ചയാക്കാൻ എന്തിനാണെന്നറിയോ ആ വിവാദം ചർച്ചയാക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അത്തരം ശ്രമങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ പോലും ഇപ്പോൾ മുരുകൻ സഖാവ് പറഞ്ഞ പോലെ ഈ പിന്നെ സഖാവ് എന്ന് വിളിച്ചത് കുഴപ്പമില്ലല്ലോ, അതെ, പിന്നെ ഇത് ഈ തൊഴിലില്ലായ്മ കടന്നു വരുന്നു, വികസനം കടന്നു വരുന്നു, ഇതുവരെയുള്ള പിന്നെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ കടന്നു വരുന്നു, ആ ഭരണ നേട്ടങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരുടെ പൊള്ളത്തരം കടന്നു വരുന്നു. ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പൊതുവേ ഇങ്ങനെ ചാനൽ ചർച്ച ചെയ്ത് ഒരു മണിക്കൂർ ചർച്ച ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നൊരു മിഥ്യാധാരണ നമുക്കുണ്ട്. ആ മിഥ്യാധാരണ പൊളിക്കുന്ന ഒരു വിധി ആയിരിക്കും 16-ന് ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു ചോദ്യം അവസാനം ചോദിച്ചോട്ടെ. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് നിർണായകമായ അല്ലെങ്കിൽ അതിന് കാരണക്കാരാരാണ്? ഇടതുപക്ഷമാണ്, UDF ആണ്? ആരാണ് കാരണക്കാർ? വളർച്ചയ്ക്ക് വളം വെച്ചത് ആരാണ്? എന്തായാലും BJPയെ BJPയുടെ വളർച്ച അത് തടയാൻ, അത് ആപത്ത് തടയാൻ, ആ ആപത്ത് തടയാൻ ജീവൻ കൊടുത്ത് പോരാടിയതും BJP ഉണ്ടാക്കിയ വർഗീയ കലാപങ്ങൾക്കെതിരെ സ്വന്തം ജീവൻ ഹോമിച്ചു പോലും ഞങ്ങൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് പറയുകയും പ്രവർത്തിക്കുകയും സ്വന്തം ജീവൻ ഹോമിക്കുകയും ചെയ്ത ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ല, കോൺഗ്രസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് വരെ
മഹാത്മാഗാന്ധിയെ അതല്ല പ്രജീഷ് അതുകൊണ്ട് തന്നെ മനോജ് പറഞ്ഞത് സത്യത്തിന് നിരക്കാതെ BJP ഒരു വർഗീയ കലാപവും BJP അല്ല, അയ്യോ, RSS BJP അല്ല, RSS കേരളത്തില് ഇപ്പോ RSS-കാരനാണെന്ന് ചോദിച്ചാൽ അല്ലാതെ പറയും. ഇനി RSS-കാരനാണെന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പൊ അവര് കേസ് കൊടുക്കും. എന്താ നാഥുറാം വിനായക് ഗോഡ്സെ RSS-കാരനാണെന്ന് ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടില്ല. എന്തായാലും ഈ രത്നച്ചുരുക്കം ഇതാണ്. ഒരു പക്ഷേ രത്നച്ചുരുക്കം അദ്ദേഹം ആരാണ് ഒരു പക്ഷേ വളം വെച്ചു കൊടുത്തത്, അതിന്റെ ക്ഷീണമാർക്കാണ് ഒരു പക്ഷേ BJP-യുടെ വളർച്ചയ്ക്ക് വളം വെച്ച് ഇവർ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. അതിന്റെ വളർച്ചയ്ക്ക് വളം വെച്ചു കൊടുത്തു, അതിന്റെ ക്ഷീണം ആരിലേക്ക്? അതുകൊണ്ടാണ് കോൺഗ്രസ് BJP ലീഗ് സഖ്യം കേരളത്തിൽ ഉണ്ടായത്. മാർക്സിസ്റ്റുകാരുണ്ടായിട്ടുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണന്റെ പുസ്തകമാണ്, ഞാനല്ല പറഞ്ഞത്. അതായത് കോൺഗ്രസും BJP-യും ലീഗും ചേർന്ന് CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനും അനുഭവം കേരളത്തിലുണ്ട്. അത് ഏത് ഘട്ടത്തിലും ഇവരുടെ പ്രധാന ശത്രു ഇപ്പൊ എന്താ അപ്രൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് മോഡി. ഇത് കേരളത്തിൽ ഇടതുപക്ഷത്തെ അപ്രോട്ട് ചെയ്യണമെന്ന്, വേരോടെ പിഴുതെറിയണം എന്ന് പറയാൻ, അതാണ് അവർ. കോൺഗ്രസിനെ തോപ്പിച്ചാൽ മതി, പക്ഷേ ഇടതുപക്ഷത്തെ വേരോടെ പിഴുതെറിയണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ ഉറപ്പായിട്ടും അതിശക്തമായ രീതിയിൽ ഈ വർഗീയത ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് BJP പണ്ടേ, അല്ലെ തിരുവനന്തപുരത്തിലും BJP പണ്ടേ വരുമായിരുന്നു. ഈ മുരുകണ്ണന്റെ രാഷ്ട്രീയമാണെങ്കിൽ ഞാൻ പറഞ്ഞ വേറൊരു ആംഗിളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആംഗിൾ ഞാൻ പറയാം. അതായത് ചർച്ചയുടെ അടുത്ത മറ്റൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പറയാം. മുരുകൻ സാറ് ചോദിച്ചൊരു ചോദ്യത്തിന് കേരളത്തിൽ, ഞാൻ ഇന്ത്യ മൊത്തമല്ല പറഞ്ഞ്, കേരളത്തിൽ BJP-യെ വളർത്തുന്നതിൽ CPM-ന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അക്രമ രാഷ്ട്രീയം, CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിൽ ഭയന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർ ഭയന്ന് അപ്പുറത്തോട്ട് ചാടിയാണ് ഈ ഒരു BJP-യുടെ വളർച്ചയ്ക്കുള്ള കാരണം ഉണ്ടായത്. രാഷ്ട്രീയപരമായി ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് പല ഘടകങ്ങളുണ്ടാവും. ജനാധിപത്യത്തിൽ അതൊക്കെ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയത് എന്ന് പറയാൻ അങ്ങനെ ഒരു നിലവാരം